അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിധിയും ഫ്രീ വില്ലും പരസ്പര വൈരുദ്ധ്യമാണോ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വിധി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രപഞ്ചത്തിൽ നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തിയതിനെയാണ് നമ്മൾ വിധി എന്ന് പറയാം. ആ വിധി അതിൽ യാതൊരു മാറ്റവുമില്ലാതെ എന്താണോ പ്രപഞ്ച സൃഷ്ടാവ് എഴുതിയത് ആ കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കുമെന്ന വിശ്വാസമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം. വിധി എഴുതി രേഖപ്പെടുത്തി എന്നതിന് വിശുദ്ധ ഖുർആനിൽ ധാരാളം തെളിവുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൊക്കെ ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ 6-ാം അധ്യായം 59-ാമത്തെ വാക്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർള് വലാ റതബിൻ വലാ യാബസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. വളരെ കൃത്യമായി അല്ലാഹു വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്താം. അതായത് ഈ ഭൂമിയിൽ നടക്കാനിരിക്കുന്ന എല്ലാ സംഭവങ്ങളും കൃത്യമായി പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരു മരത്തിൽ നിന്നും ഇല പൊഴിയുന്നത് പോലും അള്ളാഹുവിൻ്റെ അറിവോടും സമ്മതത്തോടും അള്ളാഹു രേഖപ്പെടുത്തിയത് കൊണ്ടും ആണ് അത് സംഭവിക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള പറയാം. അതോടൊപ്പം ഈ ഭൂമിയുടെ അന്ധകാരത്തിലുള്ള ധാന്യമണികൾ, ആ ധാന്യമണികൾ പച്ചയായതാണെങ്കിലും ഉണങ്ങിയതാണെങ്കിലും ഇതെല്ലാം തന്നെ അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ വാക്യത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ സ്വർഗത്തിലാണോ ഇയാൾ നരകത്തിലാണോ എന്ന് അള്ളാഹു അയാളുടെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയതിൽ യാതൊരു മാറ്റവും സംഭവിക്കൂല. ഒരാൾ നരകത്തിലാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ തീർച്ചയായും നരകത്തിൽ പതിക്കും. അതിനുള്ള പ്രവർത്തനം മാത്രമേ ആ മനുഷ്യൻ ചെയ്യുകയുള്ളൂ. രണ്ടാമതൊരു മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് അള്ളാഹു എഴുതിയതെങ്കിൽ തീർച്ചയായും ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ആ എഴുതിയതുപോലെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. വിധി എന്താണെന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തേത് ഫ്രീ വിൽ എന്താണ് എന്നാണ് ഇനി നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഒരാൾക്ക് ഒരു രോഗം വന്നു, ഒരു ഉദാഹരണം, ഒരാൾക്കൊരു രോഗം വന്നു, സഹിക്കാൻ കഴിയാത്ത വളരെ പ്രയാസം, വലിയ വേദന സഹിക്കുന്നുണ്ട് ആ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മുന്നിൽ 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന്, അയാൾക്ക് വേണമെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് ആ രോഗത്തിൻ്റെ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ ആ മനുഷ്യന് ശ്രമിക്കാം. അതിനുവേണ്ടി അയാൾക്ക് പരിശ്രമിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വിഷം കഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ആ മനുഷ്യനുണ്ട്. ആ രോഗത്തിൽ നിന്നും വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 2 മാർഗങ്ങളിൽ ഏത് വേണമെങ്കിലും ഈ മനുഷ്യന് സ്വീകരിക്കാം. അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ ഫ്രീ വിൽ എന്ന് പറയുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞെന്നുള്ളൂ. ഇത് എല്ലാ വിഷയത്തിലും ഇതുണ്ട്. നന്മയും തിന്മയും ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ നന്മ സ്വീകരിക്കാൻ തിന്മ സ്വീകരിക്കാനൊക്കെ മനുഷ്യന് അവകാശവും അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മദ്യം ഒരു ഭാഗത്തുണ്ട്, ഒരു ഭാഗത്ത് പാലുണ്ട്. ഇത് രണ്ടും ഏതാണ് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട്, അയാളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് അയാൾക്കത് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു അവസ്ഥക്കാണ് നമ്മൾ ഫ്രീ വിൽ എന്ന് പറയാം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ മനുഷ്യന് ഫ്രീ വിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. 91-ാമത്തെ അധ്യായം 7 മുതൽ 7, 8, 9, 10 വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുക, മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യൻ്റെ ആത്മാവിനെ അള്ളാഹു ശരിപ്പെടുത്തി. അതിനുശേഷം പറയുന്നു ഫ അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ,
ആ ശരിപ്പെടുത്തിയ ആത്മാവിലേക്ക്, മനുഷ്യനിലേക്ക് നന്മയും അതുപോലെ തന്നെ ദുഷ്ടതയും അള്ളാഹു ഇട്ടുകൊടുത്തു. അപ്പം നന്മ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും തിന്മ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് തന്നെ അള്ളാഹു മനുഷ്യൻ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ഈ ആയത്ത് അള്ളാഹു ഈ ആയത്തിലൂടെ വാക്യത്തിലൂടെ പറയുന്നത്. അപ്പോൾ ശരിയും തെറ്റും ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ മനുഷ്യന് അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അതിലേത് വേണമെങ്കിലും അവൻ്റെ ഫ്രീ വിൽ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് അവന് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അവസരവും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തിയത് അവൻ വിജയിച്ചു. അപ്പോൾ തൻ്റെ ഫ്രീ വില്ല് ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ നന്മയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലൂടെ ആ മനുഷ്യൻ വിജയിക്കുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ വിജയിക്കാനുള്ള മാനദണ്ഡം മനുഷ്യൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള അവൻ്റെ തിരഞ്ഞെടുപ്പാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം പറയുന്നു വഖദ് ഖാബ മൻ ദസ്സാഹ, ഇനി ആരാണോ തിന്മ തിരഞ്ഞെടുത്തത്, സ്വയം നാശം ആരാണോ തിരഞ്ഞെടുത്തത് അവന് നാശമായിരിക്കുന്നു അല്ല പറയും. അപ്പോൾ ഫ്രീ വില്ല് ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ലഭിച്ച അവസരം ഉപയോഗിച്ചുകൊണ്ട് അയാൾ തിന്മയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആ തിന്മയുടെ ഫലം അയാൾക്ക് ലഭിക്കും. ഈ തിന്മയുടെ ഫലം അയാൾക്ക് ലഭിക്കാനുള്ള കാരണം അയാൾ തിരഞ്ഞെടുത്തതാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മോട് പറയുന്നത്. അപ്പോൾ രോഗിയായ മനുഷ്യനെ നമ്മളിവിടെ ഉദാഹരിച്ചു. ആ രോഗിയായ മനുഷ്യൻ്റെ മുന്നിൽ ആത്മഹത്യയുണ്ട്, അതുപോലെ തന്നെ മരുന്നുണ്ട്. അപ്പോൾ അയാൾക്കുള്ള ഫ്രീ വിൽ എന്താ? ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അവസരം. ഈ അവസരത്തിൽ ഏത് അയാൾ ഉപയോഗിച്ച് തിരഞ്ഞെടുത്താലും അതിനനുസരിച്ചുകൊണ്ട് ഭാവിയിൽ അയാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ അയാൾക്ക് സാധിക്കും. അതായത് മരുന്നുപയോഗിച്ചാൽ ആ മരുന്നുപയോഗിച്ച് രോഗം ശിഫ മാറാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. വിഷം തിരഞ്ഞെടുത്താൽ ആ വിഷം ഉപയോഗിച്ച് അത് കുടിച്ചാൽ മരിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളിലേക്കും എത്തുന്നത് അയാളുടെ തിരഞ്ഞെടുപ്പാണ്, അയാളുടെ തീരുമാനമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇയാൾ ആത്മഹത്യ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ മരുന്ന് തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ കരുതുക. പക്ഷേ ആ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു രേഖപ്പെടുത്തിയത് മാത്രമേ ഇവിടെ ഇയാൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കൂ എന്നത് മറ്റൊരു വിഷയമാണ്. അത് അവസാനം നമുക്ക് ഇത് വിശദീകരിക്കാം. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയാൽ ആ രേഖപ്പെടുത്തിയത് മാത്രമേ സംഭവിക്കൂ. അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് നമ്മൾ അവസാനത്തിൽ ആ കാരണത്തിൽ നമ്മളെത്തും. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരാളുടെ ഭാവി തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ വിധിയാണോ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പാണോ? ഇതാണ് നമുക്കിവിടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ, ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു ചോദ്യമാണിത്. ഇങ്ങനെ അള്ളാഹു വിധിച്ചത് കൊണ്ടാണോ ഒരു മനുഷ്യൻ സ്വർഗത്ത് പോകുന്നത്? അല്ല, അയാൾ സ്വർഗത്തിന് വേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ടാണോ അയാൾ സ്വർഗത്തിൽ പോകുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യത്തിൻ്റെ മറുപടി നമ്മളിവിടെ കാണേണ്ടതുണ്ട്. ഇവിടെ രണ്ട് വിഷയവും രണ്ടിനെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, വിധി എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി രേഖപ്പെടുത്തിയതാണ്, അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ സ്വയം തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണമായ അവകാശം മനുഷ്യനുണ്ട്, നന്മയോ തിന്മയോ. അപ്പോൾ ഇത് രണ്ടും പരസ്പരം കേൾക്കുന്ന സമയത്ത് വൈരുദ്ധ്യമല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അതിലേക്ക് വിരൽ എത്തിക്കുന്ന ഒരൊറ്റ ആയത്ത് കൂടി പരിശോധിച്ചിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. ആ ആയത്ത് 92-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഅമ്മാമൻ ആഅത വത്തഖ, ഒരാൾ ധനം ചെലവഴിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ, ധനം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് അള്ളാഹ് നൽകിയ സമ്പത്ത് ഉപയോഗിച്ച് ആളുകൾക്ക്, പാവപ്പെട്ട ആളുകളെ സഹായിക്കുക. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, അവന് നാം നന്മയിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നന്മ ചെയ്യാൻ വേണ്ടി ഒരാൾ പരിശ്രമിച്ചാൽ, നല്ലതിനൊരാൾ തിരഞ്ഞെടുത്താൽ, അള്ളാഹുവിനെ ഒരാൾ സൂക്ഷിച്ചാൽ നല്ലതിലേക്ക് അവന് അള്ളാഹു എളുപ്പപ്പെടുത്തി കൊടുക്കും. അപ്പോൾ
തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റേതാണ്. മനുഷ്യൻ്റെ ഫ്രീ വിൽ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ നല്ല കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സൗകര്യം അള്ളാഹു മനുഷ്യന് ചെയ്തു കൊടുക്കും. അതിനുശേഷം പറയുന്നത് അമ്മാമൻ ബഖില വസ്തഅന, ഒരു മനുഷ്യൻ പിശുക്ക് കാണിച്ചു, തനിക്ക് അള്ളാഹു നൽകിയ ധനം, അനുഗ്രഹം അത് മറ്റുള്ളവർക്ക് നൽകാതെ പിശുക്കനായി അത് പൂട്ടിവെച്ചാൽ, അതുപോലെ തന്നെ തിന്മയുടെ മാർഗം ഒരാൾ തിരഞ്ഞെടുത്താൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അമ്മാമൻ ബഖില വസ്തഅന ഫഖദ്ദബ ബിൽ ഹുസ്ന, അതായത് നന്മയെ ഒരാൾ വ്യാജപ്പെടുത്തി, അതായത് തിന്മ ഒരാൾ തിരഞ്ഞെടുത്താൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, പ്രയാസമുള്ളതിലേക്ക് അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കും. അതായത് പ്രയാസമുള്ള ഭാവിയിൽ നരകമാകുന്ന ആ ഒരു ജീവിതത്തിലേക്ക് അള്ളാഹു ആ മനുഷ്യന് സൗകര്യപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സ്വർഗത്തിലേക്കുള്ള വഴിയും നരകത്തിലേക്കുള്ള വഴിയും രണ്ടും അള്ളാഹു ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുക്കുന്ന മനുഷ്യനാണ് തീരുമാനിക്കേണ്ടത് അയാൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നത്. പക്ഷേ അയാൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇത് രേഖപ്പെടുത്തി. ഇത് രണ്ടും കേൾക്കുമ്പോഴാണ് ഇവിടെ എന്താണ് വൈരുദ്ധ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വൈരുദ്ധ്യം മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ അള്ളാഹു രേഖപ്പെടുത്തിയത് മാത്രമേ പ്രപഞ്ചത്തിൽ സംഭവിക്കൂ എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ശരിയും തെറ്റും അല്ലെങ്കിൽ നന്മയും തിന്മയൊക്കെ തിരഞ്ഞെടുക്കാൻ മനുഷ്യന് അവകാശമുണ്ട്, അവകാശം അള്ളാഹു നൽകിയിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ വൈരുദ്ധ്യം എന്താണ്, എന്തുകൊണ്ടാണ് ഇവിടെ വൈരുദ്ധ്യമുണ്ട് എന്ന് നമുക്ക് തോന്നാനുള്ള കാരണം? ഇതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് പ്രവേശിക്കാം. ഒരു സ്കൂളിൽ 10 വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ 10 വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ഈ വിദ്യാർത്ഥികളെക്കുറിച്ച് വളരെ കൃത്യമായി അറിയുന്ന ഒരു അധ്യാപകൻ ആ എക്സാമിൻ്റെ മുൻപ് ഇതിൽ ഒരു വിദ്യാർത്ഥി തോൽക്കുമെന്ന് അധ്യാപകൻ രേഖപ്പെടുത്തി, എഴുതി വെച്ചു. അങ്ങനെ എക്സാം കഴിഞ്ഞു. അധ്യാപകൻ എഴുതി വെച്ച വിദ്യാർത്ഥി അവിടെ പരാജയപ്പെട്ടു, എക്സാമിൽ തോറ്റു. അപ്പോൾ ഈ വിദ്യാർത്ഥി തോൽക്കാനുള്ള കാരണം എന്താ? ഈ മനുഷ്യൻ എഴുതി വെച്ച്, ഈ അധ്യാപകൻ എഴുതി വെച്ചതാണോ? ഒരിക്കലും അല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയോ, ഈ വിദ്യാർത്ഥി പറയോ സാർ എഴുതി വെച്ചത് കൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് പറയോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ അധ്യാപകൻ എഴുതാനുള്ള കാരണം എന്താണ്? ഈ വിദ്യാർത്ഥി തോൽക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ പരിശോധിക്കുക. ഈ വിദ്യാർത്ഥി തോൽക്കാനുള്ള കാരണം ആ വിദ്യാർത്ഥി പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നടന്നു, മറ്റു പല കാര്യങ്ങളും ചെയ്തു. പഠിക്കേണ്ട സമയത്ത് ഇത് കൃത്യമായി അറിഞ്ഞതുകൊണ്ടാണ് അധ്യാപകൻ മുൻകൂട്ടി ഇവൻ പരാജയപ്പെടും എന്ന് എഴുതി വെച്ചത്. അപ്പോൾ ഈ അധ്യാപകൻ എഴുതി വെച്ചത് കൊണ്ടാണോ വിദ്യാർത്ഥി തോറ്റത്? അല്ല, വിദ്യാർത്ഥി പഠിക്കാതിരുന്നത് കൊണ്ടാണ് തോറ്റത്. പക്ഷേ ആ തോറ്റതിന് മുൻപിൽ തന്നെ അധ്യാപകൻ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യൻ്റെ ചിന്തകളെയും മനുഷ്യൻ്റെ വികാരങ്ങളെയും നന്മയെയും തിന്മയെയും എല്ലാം സൃഷ്ടിച്ച് മനുഷ്യനിലേക്ക് നന്മയും തിന്മയൊക്കെ ഇട്ടുകൊടുത്തത് അള്ളാഹുവാണ്. അതോടൊപ്പം നന്മ ചെയ്താൽ അതിൻ്റെ ഇന്ന വഴിയിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് പറഞ്ഞത് അള്ളയാണ്. ആ നന്മ ചെയ്യുന്നവന് നല്ല വഴിയിലേക്ക് എളുപ്പം ആക്കി കൊടുക്കുന്നതും അള്ളാഹുവാണ്. അതുപോലെ തന്നെ തിന്മയുടെ കാര്യം, തിന്മ ചെയ്യുന്നവന് ചീത്ത വഴിയിലേക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹ്ക്കറിയാം ഈ മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മുൻകൂട്ടി അറിയാം. അത് ആ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അള്ളാഹ് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ മനുഷ്യൻ സ്വർഗത്തിലായിരിക്കും. കാരണം ഈ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അധ്യാപകൻ വിദ്യാർത്ഥിയെ കണ്ടതുപോലെ ഈ വിദ്യാർത്ഥി പഠിക്കാതിരിക്കുന്നതും വിദ്യാർത്ഥിയുടെ സ്വഭാവവും കൃത്യമായി അറിയുന്നത് കൊണ്ട് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അധ്യാപകൻ എഴുതി വെച്ചത്. അല്ലാതെ അധ്യാപകൻ എഴുതിയത് കൊണ്ടല്ല വിദ്യാർത്ഥി തോറ്റത്. വിദ്യാർത്ഥി തോൽക്കുമെന്ന് മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാണ് അധ്യാപകൻ എഴുതി വെച്ചത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുന്നു, ആ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അത് കണ്ടിട്ടുണ്ട്. കാരണം അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ പുറത്താണ്, സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പുറത്താണ്. അതുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന കാര്യവും കഴിഞ്ഞുപോയ കാര്യവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവുമെല്ലാം വളരെ കൃത്യമായി മുൻകൂട്ടി തന്നെ കാണാൻ സാധിക്കും.
ആ കണ്ടത് യഥാർത്ഥ സത്യമാണ്. അപ്പം അതുകൊണ്ട് ഈ അധ്യാപകൻ രേഖപ്പെടുത്തിയതുപോലെ അധ്യാപകനേക്കാൾ കൂടുതൽ നമ്മളെ അറിയുന്ന അള്ളാഹു, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുന്ന അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നടക്കാനുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫ്രീ വില്ലും വിധിയും പരസ്പരം വൈരുദ്ധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരസ്പരം വൈരുദ്ധ്യമാണ് എന്ന ആ ഒരു ചിന്ത ശരിയല്ല എന്നാണ് ഈ ഖുർആനിൻ്റെ ആയത്തുകൾ. ഇത് രണ്ടിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ വില്ലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിധിയെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് രേഖപ്പെടുത്തി എന്നതും കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി ഈ ഖുർആനിൻ്റെ ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പഠനം നടത്തിയാൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.